ഹായ് ഗായ്സ്, ഞാൻ അപ്പിലും 5 പുല്ലരി മിച്ചർ കഴിച്ച് പുലരും വരെ എവിടെയെങ്കിലും പോയി വന്നാലോ? ഒരു അമ്പല പരിപാടി കണ്ടപ്പോ വണ്ടി നിർത്തി. അവരാചാരപ്രകാരം നടക്കുന്ന ഒരു ഡാൻസ് ആണ്. അന്തം വിട്ട കുന്തം പോലെ കണ്ടു നിൽക്കാൻ ഞങ്ങളും. ആ സ്വീകരണം കഴിഞ്ഞ് ഇനി പോണത് ഒരു കാട്ടുക്കാണ്. പോണ വഴിക്ക് ഒരച്ചപ്പത്തിന് പീഡിപ്പിച്ച എല്ലാരും. നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയത് വാൽപ്പാറ ചുരം കയറാൻ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. നമ്മള് നല്ല നായ്ക്കളും ആ കസാരയിൽ ഇരിക്കുന്ന കാട്ടവും കൂടിച്ചേർന്ന നായ്ക്കാട്ടം പോലെ അവിടെ ഇങ്ങനെ നിന്നു. കുറെ ചോദിക്കാന്നല്ലാണ്ട് കയറ്റിവിട്ടില്ല. അങ്ങനെ എല്ലാരും കയറ്റി വിടൂലെന്നാ പറഞ്ഞു. അതിലൊന്നും ഞങ്ങള് തിരിച്ചു പോയില്ല. വണ്ടി സൈഡാക്കി അടുത്ത ബസ് കയറി. നമ്മളോട് കളി ഷെട്ടി എത്ര കുണ്ടി കണ്ടിക്കണ്. ബസ് കയറിയത് ടിക്കറ്റ് കൊടുക്കാൻ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല. അവസാനം ഡ്രൈവർക്ക് ജിപേ ചെയ്ത് ക്യാഷ് വാങ്ങി ടിക്കറ്റ് എടുത്ത്. പുലരി കയ്യിലുണ്ട്, സേഫാണ്. ഇനി ബസ്സിലെ പൊട്ടം കളിയും പൊട്ടിത്തെറുപ്പും. ചൂടാക്കി തന്നില്ല കരിമീൻ കറി. മൂപ്പര് ഡ്രൈവിംഗ് കണ്ട് പേടിച്ച് വരച്ചിരിക്കുകയാണ്. ഈ 2 ധൈര്യശാലികൾ ഏതേലും മൃഗങ്ങളെ കാണുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങള് അങ്ങനെ വാൽപ്പാറ അങ്ങാടി എത്തി. ഇവിടെയാണ് ഈ ഒടുക്കത്തെ തണുപ്പും. ബാക്കി പോക ബാക്ക്ഗ്രൗണ്ടിൽ അഡ്ജസ്റ്റ് ആക്കി ഡ്രൈവറെ കൂടെ ഒരു ചായ കുടിച്ച് നിൽക്കുമ്പോ അവിടെ എന്തോ അമ്പല പരിപാടി വീണ്ടും. പുലരി മിച്ചറിന്റെ തർക്കം കാരണം സാബൂത്രിയിട്ട് പരിഹാരം കണ്ടു. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. മിച്ചർ കിട്ടൂല ആർക്കും. തണുപ്പത്ത് പുലരി മിച്ചറിന് വല്ലാത്തൊരു മൊഞ്ച്. കാണാനും കഴിക്കാനും നിമിഷങ്ങൾ കൊണ്ട് ക്യാമ്പ് ഫയർ സെറ്റ് ആക്കി. തണുപ്പ് താങ്ങണില്ല. അങ്ങനെ ചൂടുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നെ മാത്രം ബാക്കുന്ന ഒരാൾ നല്ല തള്ളു. ഞാൻ വേഗം ഓടിപ്പോയി അതിനൊരു തീരുമാനം ഉണ്ടാക്കി. അങ്ങോട്ട് കുളിപ്പിച്ച് കളഞ്ഞ്. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? അടുത്ത ബസ് കയറി തിരിച്ച് താഴേക്ക്. കാട്ടാന കാണാൻ പറഞ്ഞ് കയറി ഞങ്ങള്. കാട്ടാന പോയിട്ട് ഒരു കുഴിയാന പോലും കണ്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. പുലരും മുന്നേ താഴേക്ക് എത്തി നമ്മൾ വീട്ടിൽ പോയി. അപ്പൊ സലാം.